ഹായ് നമസ്കാരം. നമ്മുടെ ബോസിൻ ബെൻസ് 1CR മൈൻഡ് സെറ്റിന്റെ 3rd എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് പുറത്തുനിന്നൊക്കെ വെച്ച് കാണുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, എവിടെ നമ്മുടെ 1 കോടിയുടെ മൈൻഡ് സെറ്റിന്റെ വീഡിയോ എവിടെ എനിക്ക് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഗോകുലം മാളില് എന്നോട് ചോദിച്ചു, ആരെന്നറിയോ, സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല സാറേ, നമ്മുടെ 1 കോടിയുടെ 3ാമത്തെ എപ്പിസോഡ് എവിടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വരെ 1 കോടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ വീഡിയോക്ക് പറ്റിയെന്നുള്ളതാണ്. അദ്ദേഹം മാത്രമല്ല കേട്ടോ, വേറൊരു റിലയൻസിന്റെ സൗത്ത് ഇന്ത്യയിലെ ഒരു കോൺഫറൻസ് മറ്റോ പരിപാടിക്ക് അവരുടെ മാനേജർ ഡൽഹിയിൽ നിന്ന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ 1 കോടിയുടെ വീഡിയോ, ആ വീഡിയോ ഫോർമാറ്റ് മൊത്തം പവർ പോയിന്റിലേക്ക് ആക്കി മാറ്റിയിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിരിക്കുക. ഇത് പ്രസന്റ് ചെയ്യൂ. 1 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 10,000 രൂപ കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അത് 1000 പ്രാവശ്യം വിൽക്കുക. ഓക്കെ, അപ്പോൾ 1 കോടി രൂപ ഉണ്ടാവും. ഞാനിന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ പണക്കാരാവുന്നില്ല, അല്ലെങ്കിൽ 1 കോടി രൂപ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ റിച്ച് ആവുന്നില്ല. അതിൻ്റെ 4 കാരണങ്ങൾ. 1, നമ്മളെ പണക്കാരനാവാൻ അല്ലെങ്കിൽ പണക്കാരിയാവാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അതാണ് ആദ്യത്തെ കാരണം. ശരിയല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ആവാൻ പഠിപ്പിക്കുന്നുണ്ട്, ആർക്കിടെക്റ്റ് ആവാൻ പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസർ ആവാൻ ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനും കോഴ്സ് ഉണ്ട് ഇവിടെ, എന്തിനും. നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കോഴ്സുകൾ പറഞ്ഞേ, ഡെന്റിസ്റ്റ് ആവാൻ BDS ഡോക്ടർ പഠിപ്പിക്കുന്നുണ്ട്, കോഴ്സ് ഉണ്ട്. പണക്കാരാവാൻ കോഴ്സ് ഇല്ല, എൻ്റെ അറിവിലില്ല. ഇല്ലല്ലോ, സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഞാൻ കോളേജിൽ സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികളോട് ചോദിക്കും പൈസയെക്കുറിച്ച്, അവർക്കൊരു പിടുത്തൂല്ല. എങ്ങനെ കാശുകാരാവാം, എങ്ങനെ ജോലിക്കാരാവാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ പൈസ ഉണ്ടാക്കുന്നതായിരിക്കും. MBA ബിസിനസ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചില അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്, ഫിനാൻസിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ റിച്ച് ആവാമെന്ന് പഠിപ്പിക്കുന്നത്, അങ്ങനത്തെ ഒരു കോഴ്സ് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മൾ 1 കോടി രൂപയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് അത്യാവശ്യം ആളുകൾ കണ്ടു. എനിക്ക് തോന്നുന്നൊരു 4 മില്യനൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അല്ലേ? 4 മില്യനൊക്കെ ആളുകൾ അത് കണ്ടിട്ടുണ്ട്. അത് കണ്ടെന്ന് മാത്രമല്ല, നമ്മളതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോൾ കുറേ സംഗതികൾ വന്നു. മണി കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു സംഗതി. ഞാനതിൻ്റെ ബ്രോഷർ ഇതിലേക്ക് സ്പീച്ചിന് വിളിച്ചിരിക്കുകയാണ്. അവര് ഇൻവൈറ്റ് ചെയ്തിരിക്കുക. മണി കോൺക്ലേവ് ഡിസംബർ 18-19 ഡിസംബർ 18-19 കൊച്ചിയിൽ സിയാലിൽ വെച്ച് മണി കോൺക്ലേവ് എന്ന അവർ പറയുന്നത് പൈസയെക്കുറിച്ച് മാത്രം പറയുന്ന 2 ദിവസത്തെ സെമിനാർ, കോൺക്ലേവ് സെമിനാർ അല്ല കേട്ടോ, 1 കോൺക്ലേവ് ആണ്. ഞാനും അതിലൂടെ സ്പീച്ച് നടത്തുന്നുണ്ട്. ഈ സ്പീച്ച് നടത്തുന്ന ആളുകളെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അത്യാവശ്യം കിടിലൻ മനുഷ്യന്മാരാണ്. ആരൊക്കെയെന്ന് നിങ്ങൾ തന്നെ വേണമെങ്കിൽ കണ്ടോ. അപ്പൊ ഞാൻ 2 ദിവസം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് പഠിക്കാനും പിന്നെ എൻ്റെ ഒരു ചെറിയ സ്പീച്ച് ഉണ്ടാവും. നിങ്ങളും പങ്കെടുക്കട്ടോ. 10,000-ഓളം ആളുകൾ വരുന്നാണ് അവർ പറയുന്നത്. സ്പീച്ച് കേൾക്കാനായിട്ട് 400 പേർക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതേ പഠിപ്പിച്ചു തുടങ്ങുന്നു. ഇവരെന്നിലേക്ക് എത്തുന്നു. നമ്മുടെ ആ വീഡിയോയുടെ കാരണം അവർ വന്നു കണ്ടു. സാറ് പറയണം, കാരണം പൈസ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സാറ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. മണി കോൺക്ലേവിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. അപ്പോൾ 1, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. 2, നമുക്ക് പൈസയെക്കുറിച്ചൊരു നെഗറ്റീവ് അസോസിയേഷൻ ഉണ്ട്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട് പൈസയെക്കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 1 കോടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് 1 2 3 4 5 6 എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ആദ്യം, ഇതാണ് സെക്കൻഡ്, ഇതാണ് തേർഡ്, ഫോർത്ത് എന്ന് പറയാൻ പറ്റിയ അത്ര എളുപ്പമല്ല. അത്ര എളുപ്പമാണെങ്കിൽ ലോകത്തിലെ എല്ലാവരും അതുണ്ടാക്കും. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, വീഡിയോ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുക. ആദ്യം വേണ്ടത് ഈ മൈൻഡ് സെറ്റ് ശരിയാക്കുക എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ് ശരിയാക്കിയാൽ അതിലേക്ക് വന്നു ചേരും. പൈസയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവർ പറയുന്നത് 3-4 കോടി ചെലവഴിച്ചിട്ടുള്ള പരിപാടിയാണ്. വമ്പൻ പ്രോഗ്രാമാണ്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ല മണി കോൺക്ലേവ്. അപ്പൊ ഞാൻ അതിൽ ഒരു ഗസ്റ്റാണ്. ഞാൻ പൈസയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് അതിലേക്ക് ആക്കിയപ്പോൾ ഇതാ വന്നു തുടങ്ങുന്നു കാര്യം. രണ്ടാമത്തെ ഞാൻ പറയാം, പൈസയെക്കുറിച്ചുള്ള നെഗറ്റീവ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് പൈസയെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു വീഡിയോ ഇറക്കുന്നത് അതിലുമുണ്ട്.
ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ചിലർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കാശ് എന്റെ കയ്യിൽ കാശ് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ചെലവുണ്ടാവും എന്ന്. പൈസ കയ്യിലേക്ക് വരുന്നു, ദേ അച്ഛൻ ആശുപത്രിയിലായി, അമ്മ അസുഖത്തിലായി, അല്ലെങ്കിൽ പൈസ വരുന്നു, ദേ അപ്പൊ തന്നെ വണ്ടി കേടായി. ഇതൊരു നെഗറ്റീവ് വർത്താനാണ്. അതായത് പൈസ വരുന്നു പോകുന്നു. നേരെ തിരിച്ച് ചെയ്തു നോക്കേ, അമ്മയ്ക്ക് അസുഖം വരുമ്പോഴേക്കും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചികിത്സിക്കാൻ പറ്റി. പൈസ അതിനുള്ളതാണ്, ചെലവഴിക്കാനും സന്തോഷം ഉണ്ടാക്കാനും നമുക്ക് ആവശ്യമുള്ള സംഗതികൾ വാങ്ങാനുള്ളതാണ് പൈസ, അത് ചെയ്യാനുള്ളതാണ് പൈസ. പൈസ വരുന്നു പോകുന്നു എന്നുള്ള ചിന്തിക്കരുത്. പൈസ ഇഷ്ടപ്പെടുക തന്നെ വേണം. അത് ഞാൻ നിനക്ക് കാശ് കാണിച്ചാൽ എന്റെ കൊല്ലേ പൈസ ഇഷ്ടപ്പെടണം. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഖല്ലേ. പോസിറ്റീവ് അസോസിയേഷൻ ഉണ്ടാവണം. പൈസ നഷ്ടപ്പെട്ടു പോകുന്നൊന്നും പേടിക്കരുത്. അപ്പൊ ഞാനത് കാറിലിരുന്ന് കാണിക്കുന്നു, ഞാൻ ഇപ്പൊ വിചാരിക്കരുത് ആരെങ്കിലും കണ്ട് കാർ എവിടെയെങ്കിലും പറിക്കുമ്പോ ചെല്ലും പൊട്ടിച്ച് പോയാലോ. പോയിക്കോട്ടെ, 50,000 രൂപയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, കാശല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാശുണ്ടാക്കാനുള്ള എന്റെ കഴിവ് അവർക്ക് മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, നമ്മുടെ ഡയലോഗ് കേട്ടപ്പോ പിള്ളേരെല്ലാം മോട്ടിവേഷനായി. അതെ ശരിയല്ലേ, വന്നിട്ട് എടുത്തുകൊണ്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അത് വെച്ച് ഈ കാശ് കൊണ്ടുപോകണ്ട കേട്ടോ. പൈസ അല്ല, പൈസ ഞാന് കാശിന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഒരു പൈസ വന്നത്. പൈസ ഇഷ്ടപ്പെടുക, ഇത് രസമുള്ള സൗണ്ട് അല്ലേ, കാശ് ഇങ്ങനെ എണ്ണുന്ന സൗണ്ട്. പിന്നെ പൈസ ചെലവഴിക്കുമ്പോഴും കിട്ടുമ്പോഴും അത് ലിക്വിഡായിട്ട് തന്നെ കിട്ടിയാൽ നന്നായി. പക്ഷെ നമ്മുടെ 2 ലക്ഷം രൂപ വരെ ഇപ്പോൾ കയ്യിൽ വെക്കാൻ പാടും. ഓക്കെ, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കട്ടോ. ഒരു പൈസ, ഞാൻ ചില നെഗറ്റീവ് കമന്റുകൾ കണ്ടു, പൈസ എന്ന് പറയുമ്പോഴേക്കും മയക്കുമരുന്ന് വിറ്റിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള പൈസ. ആ പൈസ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു പരിപാടി നമ്മളെ ചാനലിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല, എൻ്റെ ക്ലാസ്സിലും പഠിപ്പിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ആളല്ല. നല്ല രീതിയിൽ സത്യസന്ധമായി വർക്ക് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുക, സമാധാനമായി ജീവിക്കുക, കാശുണ്ടാക്കിയിട്ട്. അങ്ങനെ ഇഷ്ടംപോലെ പേര് ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് നെഗറ്റീവ് അസോസിയേഷൻ, നെഗറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് മണി, അതുകൊണ്ട് അത് കളയണം. റിസീവിംഗ് ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു. അതേപോലെ പണത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങുക. ഒരു ഘട്ടത്തിൽ നമ്മൾ പണവുമായിട്ട് ഡിറ്റാച്ച് ചെയ്യും. അത് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ പറയാം. നെഗറ്റീവ് അസോസിയേഷൻ ഇല്ലാതിരിക്കുക, പൈസ ഇഷ്ടപ്പെടുക. പാവപ്പെട്ടവർക്കോ പണക്കാരനോ എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്ക് പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ആ പേപ്പറോടെ ഏതൊരാൾക്കും ഇൻവെസ്റ്റ്മെന്റിലൂടെയും, അതായത് പൈസയെ കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ കാശുകാരനാവാം, പൈസക്കാരനാവാം എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത്. ഇന്നത്തെ പേപ്പറാണ്, ഇന്നത്തെ 21 തീയതി നവംബർ 2024 പേപ്പറിലെ, മനോരമ പേപ്പറിലെ വാർത്തയാണ്. ലക്ഷം തൊടാൻ ബിറ്റ്കോയിൻ. അതാണ് വാർത്ത. ഓക്കെ, എന്ന് വെച്ചാല് ആ വാർത്ത ഞാൻ പറഞ്ഞു, 50% മൂല്യവർദ്ധന. ഇക്കൊല്ലം മാത്രം 50% ആണ് ബിറ്റ്കോയിൻ വളർന്നത്. ഞാനൊരു ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസിയുടെ ഫാനോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് വെച്ചാല് 15 വർഷം മുമ്പ് $1 കൊടുത്താൽ 1300 ബിറ്റ്കോയിൻ വാങ്ങിക്കാമായിരുന്നു. അങ്ങനെ ഒരാൾ വാങ്ങിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. അന്ന് ഏതാണ്ട് ഒരു 60 രൂപ 55 രൂപയ്ക്ക് 15 വർഷം മുമ്പ് ഡോളറിന് ഉണ്ടാവുള്ളൂ. 1300 ബിറ്റ്കോയിൻ വാങ്ങിച്ചു നോക്കി. ഇപ്പൊ ഒരു ബിറ്റ്കോയിന്റെ വില $1,00,000 എന്ന് വെച്ചാൽ അന്ന് 60 രൂപ ചെലവാക്കിയ ആൾക്ക് ഇന്ന് 1300 ലക്ഷം എന്ന് വെച്ചാൽ 13 കോടി ഇൻറ്റു 80 ഏതാണ്ട് 1000 കോടി. ഒറ്റ വാക്കി പറഞ്ഞാൽ 60 രൂപ 15 വർഷം മുമ്പ് ബിറ്റ്കോയിൻ 60 രൂപയ്ക്ക് വാങ്ങിച്ച ഒരാൾക്ക് ഇപ്പൊ 1000-ലധികം കോടി രൂപ കയ്യിലുണ്ടാവുന്നു. ആരെങ്കിലും പ്രതീക്ഷിച്ചോ അതിങ്ങനെയൊക്കെ വളരുമെന്ന്? കഴിഞ്ഞ വർഷം ഒരു ബിറ്റ്കോയിൻ 4 കോടി രൂപയായിരുന്നു, ഇപ്പൊ 8 കോടി ആയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ട് പല ഉടായ്പകളും നടക്കുന്നുണ്ട്. ആ വക സംഗതി അതൊക്കെ ശ്രദ്ധിക്കണം. അതൊന്നുമല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോകത്തൊരു സിനാറിയോ പറഞ്ഞാണ്, ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാണ്. ഞാൻ ബിറ്റ്കോയിന്റെ ക്രിപ്റ്റോ കറൻസിയുടെ ആളല്ല. പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാല് ആ 4 കാര്യങ്ങള് ഒരാൾ എന്തുകൊണ്ട് പണക്കാരനാവുന്നില്ല, പൈസക്കാരിയാവുന്നില്ല എന്നുള്ളതിന്റെ 4 കാര്യങ്ങൾ ഞാൻ ഒറ്റയടിക്ക് പറയാം. 1, ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. 2, യു ഹാവ് നെഗറ്റീവ് അസോസിയേഷൻ, നെഗറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് മണി. 3, യു ഡോണ്ട് ഹാവ് ഹൈ ഇൻകം സ്കിൽ. 4, ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആവശ്യമില്ലാത്ത കുറെ ഇടപാടുകൾ ചെയ്തിട്ട് നമ്മൾ കടത്തിലാവുന്നുണ്ട്.
ഓക്കെ, രണ്ടെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തത് ഹൈ ഇൻകം സ്കിൽ. ഹൈ ഇൻകം സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ മിനിമം നിങ്ങൾക്ക് ആ ആക്ടിവിറ്റിയിലൂടെ ഉണ്ടാക്കി തരുന്ന ഒരു സ്കില്ലിന് ഞാൻ ഹൈ ഇൻകം സ്കിൽ എന്ന് പറയും. ഹൈ ഇൻകം സ്കിൽ. ഓക്കെ, അത് കുറച്ചുകൂടി ഹൈപ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാം 10,000 രൂപ. 10,000 രൂപയുടെ തുടക്കം ഒരു സ്കില്ലിന് 10,000 രൂപ ഇൻറ്റു 1000 തവണ ആവർത്തിച്ചാൽ 1 കോടി രൂപ ഉണ്ടാവും. എന്നെ ഞാൻ 1 ലക്ഷം രൂപയുടെ ഒരു പരിപാടി 100 തവണ ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി രൂപ ഉണ്ടാകുന്നത് ഹൈ ഇൻകം സ്കില്ലായി. മറ്റേത് മോഡറേറ്റ് സ്കില്ലാണ് 10,000 രൂപ. ഇനി അതുപോലും ഇല്ലാത്തവരുണ്ട്. ഹൈ ഇൻകം സ്കിൽ എന്തൊക്കെയാണ്? പബ്ലിക് സ്പീക്കിംഗ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. ഹൈ ഇൻകം സ്കില്ലിന്റെ വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു എപ്പിസോഡ് ഇറങ്ങാം. എൻ്റെ അറിവിലൊരു 20-ലധികം ഹൈ ഇൻകം സ്കില്ലുണ്ട്. ആ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, പൈസ കിട്ടും. ഓക്കെ, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം. ചിലർ കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ തന്നെ മരിക്കുന്നു. ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അറിയാലോ, നമ്മുടെ ഹോൾ പോയിന്റ് ഓഫ് എന്താ ഒരു വീഡിയോന്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആള് നമ്പർ കണ്ടിട്ട് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ നമ്പർ അറിയാലോ, KL46Z7777. പിന്നെ ഹോൾ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു റിച്ച് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം. അതാണ് ഞാൻ ലെങ്ത് വീഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംസാരിച്ചിട്ട് തന്നെ മാറണം, വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ മാറണം. വളരെ എന്തൊക്കെ സ്പെസിഫിക് ആയിട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പതുക്കെ വരും, ഓരോ എപ്പിസോഡിലും വരും. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത സംഗതികൾ വാങ്ങിക്കുന്നതും അങ്ങനെ ഇമ്പ്രസ് ചെയ്യുന്നതും നിർത്തുക. ആവശ്യമില്ലാത്ത കേട്ടോ, ആവശ്യമില്ലാത്ത ചടങ്ങുകൾ. നമ്മളെ കടക്കാരനാക്കി നിലനിർത്താൻ വേണ്ടി കുറേ ചടങ്ങുകളുണ്ട്. അത് ഓഫ് ചെയ്ത് വെച്ചാ വൈഫ് അത് വാട്സപ്പ് ഓൺ ആയതാണ്. വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജ് ആയിക്കാണ്. കുറെ ചടങ്ങുകൾ, ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ, ഇതേതൊക്കെയെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്നാൽ പോലും എക്സ്പെൻസുകളെ കുറിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെലവല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വരുമാനം കൂട്ടുകയാണ് വേണ്ടത്. എൻ്റെ ഒരു ഫിലോസഫിയും പോളിസി അതാണ്. ചെലവിൽ ശ്രദ്ധിക്കാതെ വരുമാനം കൂട്ടിക്കൊണ്ടിരിക്കുക. ചെലവ് കുറയ്ക്കാൻ നമുക്ക് ഒരു പരിധി വരെ പറ്റുള്ളൂ. ഒരു പരിധി വരെ ചെയ്യണം, അനാവശ്യമായ ചെലവുകളൊക്കെ നിർത്താൻ വേണം. പക്ഷെ വരുമാനം കൂട്ടിക്കൊണ്ടിരിക്കണം, അത് നമ്മുടെ കയ്യിലുള്ള സംഗതിയാണ്. വരുമാനം കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാലോ, ആ നെഗറ്റീവ് അസോസിയേഷൻ ഒഴിവാക്കണം. പൈസയെ ഇഷ്ടപ്പെട്ട് തുടങ്ങണം, പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. 7 തരത്തിലെങ്കിലും മിനിമം ഇൻകം സ്ട്രീം ഉണ്ടാവണം. ഒരാൾക്ക് 7 തരത്തിലുള്ള ഇൻകം സ്ട്രീമുകൾ ഉണ്ടാവണം. 7 തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ ഒരാൾക്ക് ഞാൻ സൈഡാക്കണ്ടേ. ഓൾറൈറ്റ്, അപ്പോൾ 3-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്ന ഇതാണ്, പണക്കാരിയാവാതിരിക്കാനുള്ള 4 കാരണങ്ങൾ. ഇതിൻ്റെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. പണം എങ്ങനെ പെരുമാറുന്നു, പണം എങ്ങനെ വരുന്നു, എന്താണ് പണത്തിൻ്റെ ക്വാളിറ്റി, എന്താണ് പണം, എങ്ങനെ പണം വർദ്ധിപ്പിക്കാം, ഇതൊന്നും നമുക്ക് പണക്കാരാവാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളത് പഠിപ്പിക്കുന്നു. 2, നെഗറ്റീവ് അസോസിയേഷൻ. പണത്തെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് അസോസിയേഷൻ നമുക്ക് വരുന്നു, അത് മാറ്റി പോസിറ്റീവ് ആവണം. ഞാൻ പോസിറ്റീവ് ആവാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ യു ഹാവ് ടു ബിക്കം ദ ബ്ലഡ് ലൈൻ ബ്രേക്കർ എന്ന് പറയാം. ദാരിദ്ര്യത്തിൻ്റെ കണ്ണി മുറിക്കാനുള്ള നിയോഗം ഏറ്റെടുത്ത നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ തറവാട്ടിലെ, നമ്മളുടെ ഫാമിലിയിലെ ആദ്യത്തെ മെമ്പർ, ആദ്യത്തെ കോടീശ്വരി നിങ്ങളായിരിക്കണം. അങ്ങനെ ഒന്ന് സ്വപ്നം കണ്ട് നടക്ക്. സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് പലതും നടക്കണത്. എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് എ ഡ്രീം. ഒരു സ്വപ്നത്തെ, ഇതൊക്കെ സ്വപ്നങ്ങളല്ലേ ആയിരിക്കുന്ന. ഓരോ വണ്ടികളും, ഓരോ ബിൽഡിങ്ങുകളും, ഓരോ ബിസിനസ്സുകളൊക്കെ ഒരു സ്വപ്നത്തിൽ നിന്നല്ലേ തുടങ്ങുന്നത്. 1 കോടി സ്വപ്നം കണ്ട് തുടങ്ങും, അത് വരും കേട്ടോ, നമ്മളിലേക്ക് വരും. എന്താ പറയുക, അതിനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളിലേക്ക് അത് എത്താൻ പറ്റും. പണത്തെ റെസ്പെക്റ്റ് ചെയ്യണം, പൈസയെ ബഹുമാനിക്കണം. അപ്പൊ പൈസ നമ്മളെയും ബഹുമാനിക്കും. പൈസ ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്തേ പൈസ വരുള്ളൂ. ചുറ്റും അവസരങ്ങളുണ്ട്. നല്ല പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നാലോചിക്കാം. അതാണ് പണത്തിനെ കുറിച്ചുള്ള നെഗറ്റീവ് അസോസിയേഷൻ മാറ്റി പോസിറ്റീവ് ആക്കിയിട്ട് ആ പോസിറ്റീവ് സംഗതിക്ക് വേണ്ടി നമുക്ക് പണം ഉണ്ടാക്കാൻ ആരംഭിക്കാം.
അതിന് സ്കില്ല് വേണം, മാർക്കറ്റിംഗ് എബിലിറ്റി വേണം, നമ്മൾ സെലിബ്രിറ്റി ആയിട്ട് മാറണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിങ്ങനെ തുടങ്ങി വെച്ചു. 4ാമത്തെ എപ്പിസോഡിൽ എങ്ങനെ നമുക്ക് ആ പണം ഉണ്ടാക്കാനുള്ള റെസിപ്പി, എന്താണ് ആ റെസിപ്പി എന്ന് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.